ഓക്കെ സോ ഹായ് ഓൾ വെൽക്കം ടു ASLB അക്കാഡമി. എല്ലാവർക്കും ASLB അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഓൾറെഡി നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പ്രിപ്പറേഷൻസ് ഒക്കെ ഒരുപാട് പേര് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ പലർക്കും പല സമയത്തും വരുന്ന കൺഫ്യൂഷൻസ് ആണെങ്കിൽ സിലബസിൽ എന്താണ് സിലബസിൽ നമ്മൾ ഈ പറഞ്ഞിട്ട് 10th ലെവൽ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ നോക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അല്ലെ. ചില കാര്യങ്ങളൊക്കെ നമുക്ക് മെയിൻസ് വരുമ്പോഴത്തേക്ക് കുറെ കാര്യങ്ങൾ എക്സ്ട്രാ പഠിക്കാനുണ്ട്. അപ്പോൾ ബാക്കി കുറെ ടോപ്പിക്സ് പക്ഷേ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ജനറൽ ആയിട്ട് വരുന്നുണ്ട് അല്ലെ. ജനറൽ ആയിട്ട് 10th അല്ലെങ്കിൽ +2 ലെവൽ നോക്കുമ്പോൾ അതുമായിട്ട് കോമൺ ആയിട്ട് വരുന്ന ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. അപ്പൊ അവിടെ നിന്നൊക്കെ നമുക്ക് ഒരേ രീതിയിൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുമോ? അല്ലെങ്കിൽ നമ്മൾ 10th ലെവലിൽ അല്ലെങ്കിൽ അതിന്റെ PYQ വെച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പ്രിപ്പയർ ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ വെച്ചിട്ട് നമുക്ക് ഡിഗ്രി ലെവൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ എല്ലാവർക്കും പലപ്പോഴും വരുന്ന ഡൗട്ടാണ് അല്ലേ. ഇവിടെ ഡൗട്ട് വന്ന കാര്യമില്ല. ആക്ച്വലി നിങ്ങൾ പറയുന്ന സിലബസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താണ്, സെയിം ആണ്. കണ്ടന്റ് ഓൾമോസ്റ്റ് പല കാര്യങ്ങളും എന്താണ് സിമിലാരിറ്റി, വ്യത്യാസമുണ്ട്. ഡിഗ്രി ലെവൽ കുറെ കൂടെ അഡ്വാൻസ്ഡ് ആണ്, ബട്ട് സ്റ്റിൽ കുറെ കാര്യങ്ങൾ കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ എവിടേക്കാണ് ഈ ചേഞ്ചസ് വരുന്നത് അല്ലെ? നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പാറ്റേണിൽ ചേഞ്ചസ് വരാറുണ്ടോ അല്ലെങ്കിൽ കണ്ടന്റ് വൈസ് ചേഞ്ചസ് വരാറുണ്ടോ? സോ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, കണ്ടന്റ് വൈസ് എന്ത് വരാറുണ്ട്, ചേഞ്ചസ് വരാറുണ്ട്. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ കണ്ടന്റ് വൈസ് എന്തുകൊണ്ട് ചേഞ്ചസ് വരുന്നു എന്ന് ചോദിച്ചാൽ ഡിഫിക്കൽട്ടി ലെവൽ എന്താണ്, 10th ലെവൽ എക്സാംസിനേക്കാൾ വളരെ വ്യത്യാസമാണ് ഇതിലേക്ക് വരുമ്പോൾ, ഡിഗ്രി ലെവലിലേക്ക് വരുമ്പോൾ അല്ലെ. സെയിം കണ്ടന്റ് ഇൻ കേസ് വന്നാൽ പോലും അവിടെ നമ്മൾ ആൻസർ ചെയ്യുന്ന ക്വസ്റ്റ്യന്റെ പാറ്റേണിലും കാര്യങ്ങളിലും എല്ലാം നല്ല രീതിയിൽ എന്ത് വരാറുണ്ട്, ചേഞ്ചസ് വരാറുണ്ട്. അപ്പൊ ആ വരുന്ന ചേഞ്ചസിനനുസരിച്ച് നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും അല്ലെ. ഒരേ ടോപ്പിക്കിൽ തന്നെ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ 10th ലെവലിൽ നിന്ന് ക്വസ്റ്റ്യൻ പാറ്റേണിൽ വ്യത്യാസം വരുമ്പോൾ ആ പഠിച്ച കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ അറിയില്ല, ഒരേ കാര്യങ്ങൾ പഠിക്കുന്നു, അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ PYQs വെച്ച് പഠിക്കുന്നത് നമുക്ക് എപ്പോഴും നല്ലതാണ്. കാര്യം എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അല്ലെ, കാരണം പഠിച്ചു പോകാതെ തന്നെ എങ്ങനെയാണ് ഏത് രീതിയിൽ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ള കാര്യം കൂടെ, അല്ലെങ്കിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ള ഐഡിയ നമുക്ക് കിട്ടും അല്ലെ. സോ ആദ്യം നമുക്ക് PYQസിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ച് സ്റ്റാർട്ട് ചെയ്യാം. അതാകുമ്പോൾ നിങ്ങൾക്കും ആ ഒരു കാര്യത്തിൽ എന്ത് വരും, കൂടുതൽ ക്ലാരിറ്റി വരും. ഓക്കെ, ഇപ്പൊ ക്വസ്റ്റ്യൻസിലേക്ക് പോകാമല്ലോ. ആദ്യം തന്നെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്ത മലയാളി വനിത, അംഗമല്ലാത്തത് ആരാണെന്നുള്ളതാണ് ചോദ്യം. സിമ്പിൾ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്ത മലയാളി വനിത ആരാണെന്നുള്ളതാണ്. ഓപ്ഷൻ എ ആനി മസ്ക്രീൻ ആണോ, അമ്മു സ്വാമിനാഥനാണോ, ഓർ ഇസ് ഇറ്റ് ഓപ്ഷൻ ഡി ദാക്ഷായണി വേലായുധനാണോ, ഓപ്ഷൻ ഡി അന്ന ചാണ്ടി ആണോ? ഇതിൽ ആരാണ് അംഗമല്ലാത്തതെന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം, അറിഞ്ഞിരിക്കേണ്ട വരികയാണ്, ഭരണഘടനാ നിർമ്മാണ സഭയിൽ 3 വനിതകളായിരുന്നു എന്ത്, അംഗങ്ങളായിരുന്നു കേട്ടോ. 3 വനിതകളായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ എന്ത്, അംഗങ്ങളായിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, 3 വനിതകൾ ഉണ്ടായിരുന്നു. അപ്പൊ 3 വനിതകൾ എന്ന് പറയുമ്പോൾ അവരാരൊക്കെയായിരുന്നു, ആരൊക്കെയായിരുന്നു 3 വനിതകൾ എന്നുള്ളതാണ്. ഒന്നുമില്ല, ABC വായിച്ചു നോക്കുക. ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ഇവര് 3 പേരുമായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളായിരുന്ന 3 വനിതകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ അംഗമല്ലാത്ത ആരെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആരാണ്? അന്ന ചാണ്ടിയാണ് ശരി ഉത്തരം കേട്ടോ. അന്ന ചാണ്ടി ആയിരുന്നു ഈ പറഞ്ഞിരിക്കുന്നതിൽ എന്തല്ലാത്തത്, അംഗമല്ലാത്തത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അല്ലെ. അപ്പൊ ആരൊക്കെയാണ് അത് അറിയണമെങ്കിൽ നമുക്കറിയാലോ. ഇതേ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾ PYQs വെച്ച് പഠിച്ചു പോകുമ്പോൾ വീണ്ടും ഒരു എക്സാമിന് വരികയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഓപ്ഷൻ എന്താവണം എന്നില്ല, അന്ന ചാണ്ടി ആവണം എന്നില്ല അല്ലെ. അപ്പോൾ എലിമിനേഷൻ ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്ക് അത് കറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആരൊക്കെ ആയിരുന്നു അംഗങ്ങൾ എന്ന് അറിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ആരാണ് അംഗമല്ലാത്തത് എന്ന് നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ആരൊക്കെയാണ് അംഗം എന്നുള്ളത് നമുക്ക് ആദ്യം അറിയേണ്ടത്. ആരൊക്കെയായിരുന്നു? ആനി മസ്ക്രീനും അമ്മു സ്വാമിനാഥനും അതുപോലെ ദാക്ഷായണി വേലായുധനും. അന്ന ചാണ്ടിയാണ് എന്ത് ഇതിൽ ഒറ്റപ്പെട്ടിരിക്കുന്നത്. അന്ന ചാണ്ടി എന്തായിരുന്നില്ല, ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്നില്ല. അന്ന ചാണ്ടിയുടെ സ്പെഷ്യാലിറ്റി പിന്നീട് എന്തായിരുന്നു? അന്ന ചാണ്ടിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു ഹൈക്കോർട്ട് ജഡ്ജ് എന്ന് പറയുന്ന പദവിയിലേക്ക് എത്തിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, അന്ന ചാണ്ടി എന്ന് പറയുന്നത് അല്ലെ. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഹൈക്കോർട്ട് ജഡ്ജ് എന്ന് പറയുന്ന ആ ഒരു പദവിയിലേക്ക് എത്തിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, വനിതയാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ അന്ന ചാണ്ടി എന്ന് പറയുന്നത് അല്ലെ. അന്ന ചാണ്ടി ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു ജഡ്ജ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക്, പ്രത്യേകിച്ച് ഹൈക്കോർട്ട് ജഡ്ജ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് എത്തിയ വനിത ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്, അന്ന ചാണ്ടിയാണ്. പക്ഷെ അന്ന ചാണ്ടി എന്തല്ല, അന്ന ചാണ്ടി ഈ പറഞ്ഞ പോലെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ എന്തായിരുന്നില്ല, അംഗമായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള വരും. കാരണം അറിയില്ല, നമ്മൾ കേരള നവോത്ഥാനം പഠിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കുറച്ച് പേരുകളെ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, പഠിക്കാനായിട്ട് വരും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ അന്ന ചാണ്ടിക്ക് ഒരു തവണ എന്ത് വന്നിട്ടുണ്ട്, അക്കാമച്ചെറിയാൻ വന്നിട്ടുണ്ട്. വന്നാൽ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ തോന്നും. അക്കാമച്ചെറിയാൻ എന്തിനു ഫേമസ് ആയിരുന്നു? നമ്മുടെ രാജധാനി മാർച്ച് ഒക്കെ നടത്തി വളരെ ഫേമസ് ആയതല്ലേ. അറിയാലോ, ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിലൊക്കെ വളരെ ഫേമസ് ആയ ഒരു പേരാണ് അക്കാമച്ചെറിയാന്റെ. അപ്പൊ അങ്ങനത്തെ പേരുകൾ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ തോന്നും. നവോത്ഥാനമായിട്ട് ബന്ധപ്പെട്ട വനിത ആയതുകൊണ്ട് തന്നെ ഇതായിരിക്കില്ലേ എന്ന് നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല, കൃത്യമായിട്ട് വായിച്ചുകൊണ്ടുപോകുക. കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് അറിയണം എന്നുണ്ടെങ്കിൽ ആ ബാക്കി ഓപ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റണം, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ പറയുന്ന പ്രസ്താവന പരിഗണിച്ച് അതിൽ തെറ്റായത് അല്ലെങ്കിൽ തെറ്റായവ ഏത് എന്നുള്ളത് കണ്ടുപിടിക്കുക. റോങ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ്, തെറ്റായ സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ്. നോക്കിയേ, ഇന്ത്യൻ പാർലമെന്റിലെ അപ്പർ ചേംബർ ഒരു സ്ഥിരം സഭയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പർ ചേംബർ ഒരു സ്ഥിരം സഭയാണ്. അപ്പർ ഹൗസ് എന്താണ്, പെർമനന്റ് ആണ് എന്ന് പറയുന്നുണ്ട് അല്ലെ. പെർമനന്റ് ഹൗസ് ആണെന്ന് പറയുന്നുണ്ട്.
സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. 1 by 1 നോക്കാമല്ലോ. 1 by 1 നമുക്ക് നോക്കാം. ഓരോ സ്റ്റേറ്റ്മെന്റ് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഈ അപ്പർ ഹൗസ് എന്ന് പറയുമ്പോൾ ഏതാണ്? അപ്പർ ഹൗസ് എന്ന് പറയുമ്പോൾ അത് ഏതാണ്? രാജ്യസഭയാണ്. അപ്പൊ ലോവർ ഹൗസ് ഏതാണ്? ലോക്സഭയാണെന്നും പറയുന്നുണ്ട് അല്ലെ. അത് നമ്മൾ എപ്പോഴും കൺഫ്യൂസ് ആവായിരിക്കും. നമ്മൾ പഠിക്കുന്നതാണ് ലോവർ ഹൗസ് ലോക്സഭ. ലോവർ ഹൗസ് ഏതാണ്? ലോക്സഭയാണെന്ന് നമുക്കറിയാലോ. അപ്പൊ ലോവർ ഹൗസ് ലോക്സഭ, അപ്പർ ഹൗസ് ഏതാണ്? രാജ്യസഭയാണ്. രാജ്യസഭ എന്ന് പറയുന്ന ഒരു സ്ഥിരം സഭയാണ് എന്ന് നമ്മൾ പറയാറുണ്ടോ? കാര്യം നമുക്കറിയാം ലോക്സഭയിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടുത്തെ അംഗങ്ങൾക്ക് ആ ലോക്സഭയ്ക്ക് ഒരു എൻറ്റയർ ഒരു കാലാവധി ഉണ്ട് അല്ലെ. 5 വർഷമാണ് അവരുടെ ടേം എന്ന് പറയുന്നത്. 5 വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യും? പുതിയ സഭ നിലവിൽ വരും. പക്ഷേ നമ്മൾ ഈ പറയുന്ന പോലെ രാജ്യസഭയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ എങ്ങനെയാണോ? അല്ല, അവർക്കൊരു കാലാവധി ഉണ്ടോ? ഇല്ല. അതിലെ അംഗങ്ങൾക്കാണ് കാലാവധി അല്ലെ. ഒരു മെമ്പറിനാണ് കാലാവധി വരുന്നത്. 2 വർഷം കൂടുമ്പോൾ ആളുകൾ പിരിഞ്ഞുപോയി എന്താണ് ആ പോകുന്ന ആളുകൾക്ക് പകരമായിട്ട് ആളുകൾ വരുന്നതാണ് അല്ലെ. അല്ലാതെ സഭയുടെ മുഴുവനായിട്ട് എന്ത് ചെയ്യുന്നില്ല? കാലാവധി അവിടെ കഴിയുന്നില്ല. അതുകൊണ്ട് നമുക്ക് രാജ്യസഭ എന്താണ്? പെർമനന്റ് ആണ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. പെർമനന്റ് സ്ഥിരം സഭയാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാമല്ലോ. അപ്പൊ 1 എന്താണ്? ശരിയായത് കൊണ്ട് തന്നെ 1 വന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് 2 ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്തൂടെ? ഓക്കെ, 1 ശരിയാണ്. അപ്പൊ തെറ്റായ കണ്ടുപിടിക്കാനല്ലേ 1 വന്ന 2 എലിമിനേറ്റ് ചെയ്യാമല്ലോ. അതെ, എയിൽ ഉണ്ട്. അപ്പൊ എ എന്ത് ചെയ്യാം? നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ബിയിൽ 1 വന്നിട്ട് നമുക്ക് ബി എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. ഇനി സി ആണോ ഡി ആണോ എന്ന് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ അറിഞ്ഞാൽ മതി അല്ലെ. അതിന് രണ്ടാമത്തെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റോട് നോക്കാം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. രാജ്യസഭയിലെ എല്ലാ അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നത് ആനുപാതിക പ്രാതിനിധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ പറഞ്ഞ സ്റ്റേറ്റിന്റെ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ആണ് എന്തെന്ന് പറയുന്നത് അല്ലെ. സംസ്ഥാനങ്ങളിൽ അവരുടെ ജനസംഖ്യ അനുസരിച്ചുള്ള പ്രാതിനിധ്യമാണ് എന്ത് കിട്ടുന്നത്? രാജ്യസഭയിൽ കിട്ടുന്നത് അല്ലെ. അപ്പൊ ഈ തെരഞ്ഞെടുക്കുന്ന അവിടേക്ക് വരുന്ന ഈ രാജ്യസഭയിലെ എല്ലാ അംഗങ്ങളും ഈ ആനുപാതിക പ്രാതിനിധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്നതാണോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ആണോ? ഇപ്പൊ നമുക്കറിയാം സച്ചിൻ ടെണ്ടുൽക്കർ രാജ്യസഭ മെമ്പർ ആയിരുന്നു. PT ഉഷ രാജ്യസഭ മെമ്പറാണ്. സുരേഷ് ഗോപി തൃശ്ശൂർ ജയിക്കുന്നതിന് മുൻപ് എന്തായിട്ടുണ്ട്? രാജ്യസഭ മെമ്പറായിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് പേര് എന്തായിട്ടുണ്ട്? രാജ്യസഭാ അംഗങ്ങളായിട്ടുണ്ട്. ഈവൻ സച്ചിൻ ആണെങ്കിലും PT ഉഷ ആണെങ്കിലും ഇവരെല്ലാം ഈ ഡയറക്റ്റ് സ്റ്റേറ്റ് റെപ്രസെന്റേറ്റീവ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ല. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. രാജ്യസഭയിൽ വരുമ്പോഴത്തേക്ക് അവിടെ എലക്റ്റഡ് മെമ്പേഴ്സും ഉണ്ട്. അത് കൂടാതെ തന്നെ there are also നോമിനേറ്റഡ് മെമ്പേഴ്സ് അല്ലെ. കല, സാംസ്കാരികം, സാഹിത്യം, ശാസ്ത്രം, ഇങ്ങനെ കായികം, ഈ മേഖലകളിൽ നിന്നെല്ലാം കൃത്യമായിട്ടുള്ള എന്താണ് വലിയുള്ള കോൺട്രിബ്യൂഷൻസ് കൊടുത്തവരെ രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. അങ്ങനെ നോമിനേറ്റഡ് മെമ്പേഴ്സ് ഉണ്ട്. എത്രയാണെന്ന് അറിയോ? 12 മെമ്പേഴ്സ് ആണ് നോമിനേറ്റഡ് ആയിട്ട് വരുന്നത്. അപ്പോ ഈ ആകെ സ്ട്രെങ്ത് എത്രയാണെന്ന് വെച്ചാൽ അതിന്റെ 12 പേര് എന്താണ്? എലക്റ്റഡ് അല്ല, അവർ നോമിനേറ്റഡ് മെമ്പേഴ്സ് ആണ്. അപ്പൊ ഈ രാജ്യസഭയിലെ എല്ലാ അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നത് ആനുപാതിക പ്രാതിനിധ്യം വെച്ചാണ് എന്നൊക്കെ പറയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോ 12 പേര് നോമിനേറ്റഡ് ആണ്. നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന 12 പേരും ഉണ്ട്. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ ആൻസർ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് നോക്കാം? തേർഡ് സ്റ്റേറ്റ്മെന്റും കൂടെ നോക്കാമല്ലോ. അതിന്റെ ചെയർമാൻ അതിന്റെ അംഗങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ചെയർമാനെ അംഗങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അറിയാലോ, നമുക്ക് ഈ പറയുന്ന ലോക്സഭ വരുമ്പോഴത്തേക്ക് ലോക്സഭയുടെ അധ്യക്ഷനാവുന്ന ആരാണ്? ആ ലോക്സഭയിലെ തന്നെ അംഗമായ ഒരു വ്യക്തിയാണ് ആരാകുന്നത്? ലോക്സഭ സ്പീക്കർ ആവുന്നത് അല്ലെ. ലോക്സഭയുടെ സ്പീക്കർ ആവുന്നത്. അപ്പൊ ലോക്സഭയിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒരാളെ തെരഞ്ഞെടുക്കുകയാണ്. ലോക്സഭയിൽ നമ്മൾ ഒരാളെ തെരഞ്ഞെടുക്കുകയാണ് അല്ലെ, അതിലെ അംഗങ്ങളിൽ നിന്ന് തന്നെ. പക്ഷെ രാജ്യസഭയിലേക്ക് വരുമ്പോൾ നമുക്കറിയാലോ ഈ രാജ്യസഭാ ചെയർമാൻ എന്ന് പറഞ്ഞാൽ അത് ആരാണ്? ഉപരാഷ്ട്രപതിയാണ് അല്ലെ. രാജ്യസഭാ ചെയർമാൻ എന്ന് പറഞ്ഞാൽ അത് ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. ഉപരാഷ്ട്രപതി അല്ലേ. ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത് എന്തിന്റെ മെമ്പറാണ്? രാജ്യസഭയിലെ ഒരു മെമ്പർ ആണോ? അല്ല, വൈസ് പ്രസിഡന്റ് ആണ് ചെയർമാൻ ആവുന്നത്. വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന ആരാണ്? ഇലക്ട്രൽ കോളേജ് ആണ് അല്ലെ. നമ്മുടെ ഇലക്ട്രൽ കോളേജ് ആണ് ഉപരാഷ്ട്രപതി എന്ത് ചെയ്യുന്നത്? തിരഞ്ഞെടുക്കുന്നത്. അപ്പോ അദ്ദേഹം എന്തല്ല? രാജ്യസഭ മെമ്പർ അല്ല അല്ലെ. അപ്പൊ രാജ്യസഭയുടെ ചെയർമാൻ അതിന്റെ അംഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന വ്യക്തിയല്ല, അത് ഉപരാഷ്ട്രപതിയാണ്. ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത് എന്തല്ല? രാജ്യസഭയിൽ അംഗമല്ല, അത് ഇലക്ട്രൽ കോളേജ് പിന്നീട് തിരഞ്ഞെടുക്കുന്നതാണ് അല്ലെ. അപ്പോ തേർഡ് സ്റ്റേറ്റ്മെന്റും എന്താണ്? തെറ്റാണ്. അപ്പൊ റൈറ്റ് ആൻസർ എന്താണ്? ഇതിലെ തെറ്റായ സ്റ്റേറ്റ്മെന്റ്സ് പറയാൻ പറഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെ പറയും? ഓപ്ഷൻ സി 2ഉം 3ഉം എന്താണ്? തെറ്റാണ്. ക്ലിയർ ആണോ? സെറ്റ് അല്ലേ? 2ഉം 3ഉം എന്താണ്? തെറ്റാണ്. ഓക്കെ, അപ്പൊ അടുത്തതിലേക്ക് പോകാമല്ലോ. അടുത്തത് മൗലികാവകാശങ്ങളുടെ ഫീച്ചേഴ്സ് അറിയാമെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് പലപ്പോഴും മൗലികാവകാശങ്ങൾ ഡയറക്റ്റ് ആർട്ടിക്കിൾസ് എന്നുള്ള ചോദ്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമല്ല ഡിഗ്രി ലെവൽ വരുമ്പോഴത്തേക്ക് വരുന്നത്, കുറച്ചും കൂടെ അഡ്വാൻസ് ലെവലിലേക്ക് പോകും. അപ്പൊ ഇവിടെ വന്നിരിക്കും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് മൗലിക അവകാശങ്ങളുടെ സവിശേഷതകൾ. ഓക്കെ, 1 by 1 നമുക്ക് നോക്കാം. ഏതൊക്കെ ശരി ഏതൊക്കെ തെറ്റ് എന്നുള്ളതാണ്. 1 by 1 നമുക്ക് നോക്കാമല്ലോ. 1 ന്യായീകരിക്കാവുന്നവ എന്നാണ്, വിച്ച് മീൻസ് എന്താണ്? ജസ്റ്റീഷ്യബിൾ ആണ് എന്നാണ് പറയുന്നത്. ജസ്റ്റീഷ്യബിൾ ആണോ? എന്താണ് ന്യായീകരിക്കാവുന്നവ എന്ന് പറയുമ്പോൾ? നമുക്ക് ഇതിന്റെ വയലേഷൻസ് നടന്നു കഴിഞ്ഞാൽ നമുക്കറിയാലോ, നമുക്ക് മൗലികാവകാശങ്ങൾ, നമുക്ക് കിട്ടേണ്ട മൗലികാവകാശങ്ങളുടെ വയലേഷൻ നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ ലംഘനം ഉണ്ടായാൽ നമുക്ക് കോടതിയെ സമീപിക്കാനായിട്ട് പറ്റുമോ? യെസ്, പറ്റും. അറിയാമല്ലോ, നമുക്കറിയാലോ ഏതെങ്കിലും ഭാഗത്ത്. ഈ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നതിന് ആരാണ്? നമ്മുടെ സുപ്രീം കോടതിയാണ് അല്ലെ. സുപ്രീം കോടതിയാണല്ലോ.
അപ്പോൾ എവിടെയെങ്കിലും നമുക്ക് മൗലികാവകാശങ്ങളുടെ ലംഘനം നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആരെ സമീപിക്കാം? കോടതികളെ സമീപിക്കാം, അല്ലെ? കോടതിയെ സമീപിക്കാം. നമുക്ക് നീതിന്യായപരമായിട്ട് അത് നേടിയെടുക്കാനായിട്ട് സാധിക്കും, അല്ലെ? എവിടെയെങ്കിലും ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വയലേഷൻ നടന്നാൽ അവിടെ സുപ്രീം കോടതി എന്താണ്? റിട്ട് പുറപ്പെടുവിക്കാറുണ്ട്, അല്ലെ? റിട്ടുകൾ പുറപ്പെടുവിക്കാൻ സ്ഥാപിക്കാൻ വേണ്ടിയാണ്. അതായത് എന്തിന്? ആ മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി. അപ്പൊ അതാണ് പറയുന്നത്, എവിടെയെങ്കിലും മൗലികാവകാശങ്ങളുടെ ലംഘനം നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഡയറക്റ്റ് കോടതിയെ സമീപിക്കാം. അതിന്റെ മീനിങ് എന്താണ്? അത് ന്യായീകരിക്കാവുന്ന, ജസ്റ്റീഷ്യബിൾ ആണ് എന്നുള്ളതാണ്. വിച്ച് മീൻസ് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വയലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കോടതിയെ സമീപിക്കാം. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ശരിയാണ്. ദേ ആർ ജസ്റ്റീഷ്യബിൾ, ന്യായീകരിക്കാവുന്നവയാണ്, അല്ലെ? അടുത്തത് സമ്പൂർണ്ണമായവ. അവിടെ നിൽക്കട്ടെ. സമ്പൂർണ്ണമായവയിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് പെട്ടെന്ന് ഇതിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് വേറെ ഒരെണ്ണം ഉണ്ടല്ലോ. അതൊന്ന് നോക്കുന്ന ഉടനെ ഐഡന്റിഫൈ ചെയ്യുന്നത് നമുക്ക് അറിയാവുന്ന 2 കീവേഡ്സ്. ഒന്ന് ജസ്റ്റീഷ്യബിൾ, നമുക്ക് എപ്പോഴും അറിയാവുന്നതാണ്. ഇനി ഭേദഗതി വരുത്താനായിട്ട് പറ്റുമോ? ഭേദഗതി വരുത്താൻ പറ്റുമോ? പറ്റുമല്ലോ. നമ്മൾ എത്ര അമെന്റ്മെന്റ് പഠിച്ചിട്ടുണ്ട്, അല്ലെ? 44-ാം ഭേദഗതി, 42-ാം ഭേദഗതി, നമ്മൾ ഈ പറയുന്ന പോലെ എന്താണെങ്കിൽ നമ്മുടെ 86-ാം ഭേദഗതി, കുറെ ഭേദഗതികൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കുന്നുണ്ട്, അല്ലെ? അങ്ങനെ ഈ ഭേദഗതികളെല്ലാം പഠിക്കുമ്പോൾ എന്ത് ചെയ്യാം? മൗലികാവകാശങ്ങളെയും എന്ത് ചെയ്യാം? ഭേദഗതി ചെയ്യാം. കുറച്ച് നിയന്ത്രണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഫണ്ടമെന്റൽ റൈറ്റ്സിനെയും എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഭേദഗതി ചെയ്യാനായിട്ട് പറ്റും, അല്ലെ? പറ്റില്ല എന്ന് പറയുന്ന സാധനമില്ല. ആമുഖം അടക്കം മൗലികാവകാശം അടക്കം എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? ഭേദഗതി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതും എന്താണ്? ഭേദഗതി വരുത്താവുന്നവയാണ്. അപ്പൊ 4th സ്റ്റേറ്റ്മെന്റും എന്താണ്? ശരിയാണ്. 4th സ്റ്റേറ്റ്മെന്റും ശരിയാണ്. 4th സ്റ്റേറ്റ്മെന്റും എന്താണ്? ശരിയാണെന്ന് ഓർക്കുക. അപ്പൊ 4th കൂടെ ശരിയായ സ്ഥിതിക്ക് നമുക്ക് ഈ ഡി തൽക്കാലം എന്ത് ചെയ്യാം? അങ്ങ് കളയാം, അല്ലെ? ഡി നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം? അങ്ങ് കളയാം. എല്ലാം ശരിയാണ് എന്നുള്ളതുണ്ടോ? നമുക്കിപ്പോ പറഞ്ഞ 2 എണ്ണം ശരിയായ സ്ഥിതിക്ക് ബാക്കിയെല്ലാം ഓക്കെ. ഈ 1 മാത്രം ശരിയാണെന്നുള്ള സാധനം നമുക്ക് എന്ത് ചെയ്യാം? കളയാം. എല്ലാം ശരി എന്നുള്ളതല്ല, 1 മാത്രം ശരി എന്നുള്ളത് നമുക്ക് കളയാം. ബാക്കി നമുക്ക് നോക്കാമല്ലോ. അടുത്തത് നെഗറ്റീവോ. അടുത്ത സമ്പൂർണമായവ എന്നാണ് പറയുന്നത്. സമ്പൂർണമായവ എന്നാണ് പറയുന്നത്, അല്ലെ? ഈ സമ്പൂർണമായവ എന്ന് പറയുമ്പോൾ ഈ ഭേദഗതി വരുത്താം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെ നിങ്ങൾ മനസ്സിലാക്കുക സമ്പൂർണ്ണമല്ല എന്നുള്ളതാണ്. സമ്പൂർണ്ണമാണെങ്കിൽ പിന്നെ അമെന്റ്മെന്റ് വരുമോ? ഇല്ല. സമ്പൂർണ്ണമല്ലാത്തത് കൊണ്ടാണ്. കോമ്പാക്റ്റ് അല്ല, അല്ലെങ്കിൽ കംപ്ലീറ്റ് അല്ല, അല്ലെങ്കിൽ എന്താണ്? അൺലിമിറ്റഡ് അല്ല, അല്ലെ? നമുക്ക് ഇഷ്ടമുള്ള എന്ത് മൗലികാവകാശം എന്ന് പറയാനായിട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്ത് ചെയ്യുന്നുണ്ട്? റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലേ? റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കംപ്ലീറ്റ് ആണ് എന്ന് പറയില്ല, ആണെന്ന് പറഞ്ഞില്ല, അവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ല. പക്ഷെ നമ്മൾ മൗലികാവകാശങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്? റെസ്ട്രിക്ഷൻസ് ഇല്ലേ? ഫോർ എക്സാമ്പിൾ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എടുക്കുമ്പോൾ നമുക്ക് എന്തും പറയാമെന്നുള്ളതാണ്. പക്ഷെ ഒരു കമ്മ്യൂണിറ്റിയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ, ഒഫൻസീവ് ആവുന്ന രീതിയിൽ നമുക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. അപ്പോൾ നിയന്ത്രണങ്ങളുണ്ട്. ഇനി എന്തെങ്കിലും കറക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വരും? ഭേദഗതികളും വരും. അതുകൊണ്ട് തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് സമ്പൂർണ്ണമാണ്. അതിനകത്ത് ഇനി റെസ്ട്രിക്ഷൻസോ ചേഞ്ചസോ ഒന്നും വേണ്ട എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. സമ്പൂർണ്ണമല്ല, അൺലിമിറ്റഡും അല്ല, എല്ലാത്തിനും നിയന്ത്രണങ്ങളുണ്ട്, അല്ലെ? എല്ലാത്തിനും നിയന്ത്രണങ്ങളുണ്ട്. നമുക്ക് സമ്മേളിക്കാനുള്ള എന്താണ്? അധികാരമുണ്ട്, അവകാശമുണ്ട്. പക്ഷെ അതിൽ തന്നെ നിരായുധപരമായിട്ട് സമാധാനപൂർണ്ണമാവണം എന്നുള്ള റെസ്ട്രിക്ഷൻ അവിടെ പറയുന്നുണ്ട്. അപ്പൊ അതാണ് പറയുന്നത് സമ്പൂർണ്ണമായവ അല്ലെങ്കിൽ പൂർണ്ണമായവ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല, അല്ലെ? അതിനകത്ത് ഈ 4th സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ 2nd സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഓൾറെഡി തെറ്റാണ്. 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് ഓൾറെഡി തെറ്റാണ്. അത് മനസ്സിലാക്കുക. ഓക്കെ. ഇനി അടുത്തത് നെഗറ്റീവോ പോസിറ്റീവോ ആകാമെന്നാണ് പറയുന്നത്. എന്തുകൊണ്ട്? നമ്മൾ വിചാരിക്കും മൗലികാവകാശം എന്ന് പറയുമ്പോൾ നമുക്ക് അവകാശങ്ങൾ തരികയല്ലേ, അപ്പൊ പോസിറ്റീവ് മാത്രമല്ലേ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അറിയാലോ, ഈ നെഗറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് ആരുടെ പേഴ്സ്പെക്റ്റീവിലാണ്? സ്റ്റേറ്റിന്റെ പേഴ്സ്പെക്റ്റീവ്, അതായത് ഭരണകൂടത്തിന്റെ പേഴ്സ്പെക്റ്റീവിലാണ് നമ്മൾ ഇതിനെ നെഗറ്റീവ് എന്ന് പറയുന്നത്. കാരണം സ്റ്റേറ്റിനോട് ചില കാര്യങ്ങൾ എന്ത് ചെയ്യാതാണ്? റെസ്ട്രിക്ഷൻസ് കൊടുക്കുകയാണ്, അല്ലെ? സ്റ്റേറ്റിനോട് പറയാണ് ഒരാളുടെയും എന്താണ്? സമത്വത്തിലുള്ള അവകാശത്തെ ലംഘിക്കാൻ പാടില്ല, അല്ലെ? ലംഘിക്കാൻ പാടില്ല എന്ന് പറയാണ്. ഒന്നിന്റെയും പേരിൽ ജാതി, മതം, ലിംഗം ഒന്നിന്റെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല. വിച്ച് മീൻസ് സ്റ്റേറ്റിനോട് ഒരു കാര്യം ചെയ്യരുത് എന്ന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്, അല്ലെ? അപ്പൊ അങ്ങനത്തെ ഇൻസ്ട്രക്ഷൻസ് വരുന്നതുകൊണ്ട് നമുക്ക് അതിന് എന്താണ്? നെഗറ്റീവ് എന്ന് കൺസിഡർ ചെയ്യാം. നെഗറ്റീവ് സ്റ്റേറ്റിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ അവിടെ എന്താണ്? നെഗറ്റീവായിട്ടും ചില കാര്യങ്ങൾ, പക്ഷെ കുറെ കാര്യങ്ങൾ പോസിറ്റീവ് ആണ്. എല്ലാവർക്കും വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക കുട്ടികൾക്ക്, അതൊരു ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ പോസിറ്റീവായിട്ട് കൊടുക്കുകയല്ലേ. അപ്പൊ നെഗറ്റീവോ ആകാം, പോസിറ്റീവോ ആകാം. സ്റ്റേറ്റിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ചിലത് എന്തായിരിക്കും? ഈ പറയുന്ന പോലെ നെഗറ്റീവ് ആയിരിക്കും. ചില കാര്യങ്ങൾ ചെയ്യരുത് എന്ന് സ്റ്റേറ്റിനോടും സിറ്റിസൺസിനോടും പറയാണ്. അപ്പൊ നമ്മളോടും പറയാണ്, അല്ലെ? തൊട്ടുകൂടായ്മ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ ചില കാര്യങ്ങൾ എന്താണ്? ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് നെഗറ്റീവ് പേഴ്സ്പെക്റ്റീവ് വരുന്നത്. അപ്പോൾ നെഗറ്റീവോ പോസിറ്റീവോ ആകാം. അത് ശരിയാണ്. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ ഏത് മാത്രമാണ് തെറ്റ്? ഈ 2nd സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. സോ റൈറ്റ് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് നമുക്ക് ശരി ഉത്തരം വരുന്നത്, അല്ലെ? ഓപ്ഷൻ ബി ആണ്. വിച്ച് മീൻസ് 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് എന്ത്? തെറ്റ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഈ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരും. നമുക്ക് പല കാര്യങ്ങളും അറിഞ്ഞിരുന്നാലേ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 9A ചേർത്തത്, പാർട്ട് 9A ചേർത്തത്
താഴെ പറയുന്നവയിൽ ഏത് ഭേദഗതിയിലൂടെയാണ്? 73-ാം ഭേദഗതിയാണോ, 74-ആണോ, 72-ആണോ, അതോ മുകളിൽ പറഞ്ഞവയൊന്നുമല്ല? നൺ ഓഫ് ദീസ്. ഏതായിരിക്കും ആൻസർ വരുന്നത്? ഏതാണ്? അപ്പോ നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്ത് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന രണ്ടെണ്ണം ഏതാണ്? 73-ഉം 74-ഉം ആണല്ലോ. അപ്പൊ ഇതുമായിട്ട് പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ 92-ലാണ് എന്ത് ചെയ്യുന്നത്? 92-ലാണ് ഈ പറയുന്നത് പോലെ ഈ രണ്ട് ഭേദഗതികളും വരുന്നത് അല്ലെ. ഏതൊക്കെയാണ്? 73-ഉം 74-ഉം വരുന്നത്. നമ്മൾ ഷെഡ്യൂൾസ് പഠിക്കുമ്പോൾ, നമ്മൾ പട്ടികകൾ പഠിക്കുമ്പോൾ അതിനകത്ത് രണ്ട് പട്ടികകൾ ലാസ്റ്റ് ടിയേഴ്സ് ഓഫ് ഓൾഡ് പി എം എന്ന് പറഞ്ഞൊരു കോഡ് ഉണ്ട് അല്ലേ. ഓൾറെഡി നമ്മൾ ലൈവിൽ പറഞ്ഞാണ്. അപ്പൊ പി എം എടുക്കുമ്പോൾ എന്താണ്? പി എം എന്ന് പറയുന്നത് എന്താണ്? പി പഞ്ചായത്ത്, എം എന്താണ്? മുനിസിപ്പാലിറ്റിയാണ്. അപ്പൊ അവസാനത്തെ 11-ാമത്തെയും 12-ാമത്തെയും പട്ടികയൊക്കെ ആഡ് ചെയ്യുന്നത് ഈ ഒരു ഭേദഗതിയിലൂടെയാണ്. ഏത്? നമ്മുടെ 73-ഉം 74-ഉം. 73 എന്ന് കേട്ടാൽ നിങ്ങൾക്ക് പഞ്ചായത്ത് ഓർമ്മ വേണം. 74 എന്ന് കേട്ടാൽ നിങ്ങൾക്ക് വരേണ്ട കീവേഡ് മുനിസിപ്പാലിറ്റി എന്നുള്ളതാണ്. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ഭേദഗതികളാണ് ഏതെന്ന് പറയുന്നത്. ഇപ്പൊ 73-ാം ഭേദഗതിയും 74-ാം ഭേദഗതിയും എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ 73-ാം ഭേദഗതിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ പഞ്ചായത്തുകൾക്ക് 73-ലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഈ പഞ്ചായത്തുകൾക്ക് സ്വയംഭരണാവകാശവും കാര്യങ്ങളും എല്ലാം ലഭിക്കുന്നത് 73-ാം ഭേദഗതിയിലൂടെയാണ്. അതുപോലെ 74-ാം ഭേദഗതിയിലാണ് മുനിസിപ്പാലിറ്റികൾക്ക് എന്ത് ചെയ്യുന്നത്? മുനിസിപ്പാലിറ്റികൾക്ക് ഈ ഒരു ഭരണഘടനാ പദവിയും കാര്യങ്ങളും എല്ലാം ലഭിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ആഡ് ചെയ്ത രണ്ട് ഭാഗങ്ങളുണ്ട്. 73 വഴി ആഡ് ചെയ്താണ് ഭാഗം 9 എന്ന് പറയുന്നത്. 74 വന്നപ്പോഴത്തേക്കാണ് 9A എന്ന് പറയുന്ന പുതിയൊരു ഭാഗം കൂടെ അല്ലെ. ആർട്ടിക്കിൾ ഓർത്തിരിക്കുക. ആർട്ടിക്കിൾ 243 ടു O 243 O വരെ എന്താണ്? പഞ്ചായത്താണ്. ആൻഡ് 243 P ടു 243 Z G വരെ ഇവിടെ എന്താണ്? ഇവിടെ മുനിസിപ്പാലിറ്റിയുമാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ഭാഗവും ആർട്ടിക്കിൾസും ഓർത്തിരിക്കുക. അപ്പൊ 73-ൽ എന്താണ്? ഈ 73-ാം ഭേദഗതിയിലൂടെ വന്ന ഭാഗമാണ് 9 എന്ന് പറയുന്നത്. 9A ആണെന്നുള്ള മുനിസിപ്പാലിറ്റി. അത് ഏതിലാണ് വന്നിരിക്കുന്നത്? 74-ാം ഭേദഗതിയാണ്. അപ്പൊ ആൻസർ എന്താണ്? 74-ാം ഭരണഘടനാ ഭേദഗതി എന്നുള്ളതാണ്. 74-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഈ പാർട്ട് 9A. 9 ആണെങ്കിൽ ഏതാണ്? 73rd നമുക്ക് വരും. 9A വരുമ്പോഴത്തേക്ക് ഏതാണ്? ഈ മുനിസിപ്പാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്? 74-ാം ഭരണഘടനാ ഭേദഗതിയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ക്ലിയർ ആണോ? സെറ്റ് അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് ഓർത്തിരിക്കേണ്ടത് അല്ലെ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഈ 92-ലാണ് ഭേദഗതി എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ പഞ്ചായത്തി രാജ് നിയമമുണ്ട്. പഞ്ചായത്തി രാജ് നിയമം എന്ത് ചെയ്തിട്ടുണ്ട്? നിലവിൽ വന്നിട്ടുണ്ട്. പഞ്ചായത്തി രാജ് ആക്ട് നിലവിൽ വന്നിട്ടുണ്ട്. ഈ ആക്ട് നിലവിൽ വന്ന എന്താണ്? അത് 1993-ലാണ് ഏപ്രിൽ 24-നാണ് കേട്ടോ. 93 ഏപ്രിൽ 24-നാണ് ഈ ആക്ട് നിലവിൽ വരുന്നത്. അപ്പൊ ഈ ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നു? പഞ്ചായത്തി രാജ് ദിനമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കൺസിഡർ ചെയ്യുന്നുണ്ട്. പഞ്ചായത്തി രാജ് ദിനം നമ്മൾ ഏത് ദിവസമാണ് കൺസിഡർ ചെയ്യുന്നത്? ഈ ഏപ്രിൽ 24 നമ്മൾ പഞ്ചായത്തി രാജ് ദിനമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യാം? ഓർത്തിരിക്കുക. പിന്നെ അറിയാലോ, രാജസ്ഥാനിലാണ് ആദ്യമായിട്ട് ഈ പഞ്ചായത്തി രാജ് സിസ്റ്റം എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നത് രാജസ്ഥാനിലാണ്. ഏറ്റവും ഉയർന്ന ഏതാണ്? നമുക്ക് ഈ പറയുന്ന പോലെ ഈ പഞ്ചായത്തി രാജ് സിസ്റ്റത്തിൽ ഏറ്റവും ഉയർന്ന തലം എന്ന് പറയുന്നത് എന്താണ്? ജില്ലാ പഞ്ചായത്താണ്. ഏറ്റവും ഉയർന്നത് ജില്ലാ പഞ്ചായത്താണ്. അതിന് താഴെ ബ്ലോക്ക് വരും. ഏറ്റവും താഴെ ഏത് വരും? ഗ്രാമപഞ്ചായത്ത് വരും. പഞ്ചായത്തിന്റെ ഘടനയൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. സിമ്പിൾ ടോപ്പിക് അല്ലേ. നമുക്ക് ഗ്രാമപഞ്ചായത്ത് നമുക്ക് 10th ലെവലിലേക്ക് വരുമ്പോഴത്തേക്ക് അത്ര ഫോക്കസ് കൊടുക്കുന്ന അല്ല എന്നുണ്ടെങ്കിൽ പോലും ഡിഗ്രി ലെവൽ വരുമ്പോഴത്തേക്ക് ഭയങ്കരമായ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? പഞ്ചായത്തി രാജ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി 73rd 74th അമെന്റ്മെന്റ് ഒക്കെ എപ്പോഴും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്സ് തന്നെയാണ് കേട്ടോ. അതുപോലെ ഈ ഗ്രാമപഞ്ചായത്തുകളുടെ വാർഷിക പദ്ധതി ഉണ്ട്. അതായത് അവരുടെ ഗവേണൻസിനും കാര്യങ്ങൾക്കും എല്ലാം അംഗീകാരം കൊടുക്കുന്ന ഒരു ബോഡിയും കൂടി ഉണ്ട്. അത് ഏതാണെന്നുള്ളതും കൂടെ ജസ്റ്റ് ഒന്ന് അറിയിക്കുക. പലപ്പോഴും എല്ലാവരും ജില്ലാ പഞ്ചായത്ത് മാറി എഴുതാറുണ്ട്. അത് ജില്ലാ ആസൂത്രണ സമിതി എന്ന് പറഞ്ഞൊരു ബോർഡ്. ജില്ലാ ആസൂത്രണ സമിതി എന്ന് പറയുന്നൊരു ബോഡിയാണ് ഇവർക്ക് ഈ ഭരണഘടനാപരമായിട്ടുള്ള അംഗീകാരം കൊടുക്കുന്നത്. ജില്ലാ ആസൂത്രണ സമിതിയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ആ ഒരു ടോപ്പിക്കിൽ പറഞ്ഞുകൊണ്ട് നമ്മൾ 10th ലെവൽ വരുമ്പോഴത്തേക്ക് കുറച്ച് ആ ഭേദഗതിയും കാര്യങ്ങളും പഠിച്ചിട്ട് ബേസിക് ഇൻഫർമേഷൻസ് പഠിച്ചിട്ട് നമ്മൾ പാസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് എന്ന് പറയുന്നത് ഈ പഞ്ചായത്തി രാജ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്ക് അങ്ങനെയല്ല. ഡിഗ്രി ലെവൽ വരുമ്പോഴത്തേക്ക് പഞ്ചായത്തി രാജ് സിസ്റ്റം ഒരു സെപ്പറേറ്റ് ടോപ്പിക്കാണ്. നല്ല ഫോക്കസോടെ തന്നെ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ പഠിക്കേണ്ടി വരും. അപ്പൊ ഇതാണ് ഞാൻ പറയുന്നത്. ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാലോ, 10th ലെവലിൽ നിന്ന് മാറി അല്ലെങ്കിൽ ഇത്രയും നാൾ ഡിഗ്രി ലെവലിൽ പഠിച്ചിട്ടില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഈവൻ സിലബസിലൊക്കെ നമുക്ക് കുറെ സിമിലാരിറ്റീസ് കാണുന്നുണ്ടെങ്കിലും എൻ്റയർലി ഡിഫറൻ്റ് ആണ്. എൻ്റയർലി ഡിഫറൻ്റ് അല്ല, നല്ല ചേഞ്ചസ് എസ്പെഷ്യലി ക്വസ്റ്റ്യൻ പാറ്റേണിലും സിലബസിന്റെ കണ്ടന്റിലും എല്ലാം ചെറിയ രീതിയിൽ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ പക്ഷേ ഒരു വലിയൊരു വിഷയമാണോ? അല്ല. ഓൾറെഡി നമ്മൾ ഈ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ബേസ് സെറ്റാണ്. ഈവൻ ഫ്രഷറായിട്ട് ഒരാൾ പഠിക്കുകയാണെങ്കിൽ പോലും പഠിച്ചു തുടങ്ങാനുള്ള സമയമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാവരും ഇതുവരെയുള്ള പഠനത്തിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല, അല്ലെങ്കിൽ ഈ വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസ് ക്രാക്ക് ചെയ്യണം. അറിയാമല്ലോ,
വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി അടുത്തൊന്നും വരാൻ പോകുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ് ഇനി നമുക്ക് 3 വർഷം കഴിയും, പലരും ഏജ് ഓവർ ആയി പോകും. ടെൻഷനൊന്നും വേണ്ട, പലർക്കും ലാസ്റ്റ് ചാൻസ് ആയിരിക്കും. ആ ലാസ്റ്റ് ചാൻസിൽ ഞാൻ പറയുന്നത് ഡിഗ്രി ലെവലിൽ ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന വേറൊരു എക്സാം ഉണ്ടോ? ഇല്ല. പഠിക്കേണ്ട ടൈമാണ്. PYQs ഓറിയന്റഡ് ആയിട്ട് കൃത്യമായിട്ട് സ്ട്രാറ്റജിക് ആയിട്ട് പഠിച്ചാൽ, ടോപ്പിക്ക് കവർ ചെയ്ത് നമ്മൾ പഠിച്ചു പോയാൽ ഒരു സീനും ഇല്ല, നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് അല്ലേ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഓൾറെഡി വേറെ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും, അത് മാത്രമേ ചിലപ്പോൾ പഠിക്കാൻ പറ്റണമെന്നില്ല. ഫ്രഷർ ആയിരിക്കാം, ചിലപ്പോൾ പഠിച്ചോളൂ, ഒരു സ്ട്രക്ചർ എങ്ങനെയാണുള്ള കൃത്യമായിട്ടുള്ള ഐഡിയ കാണത്തില്ല. ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചു പോകുന്നുണ്ടായിരിക്കും, വീഡിയോസ് കാണുന്നുണ്ടായിരിക്കും, കുറെ കാര്യങ്ങൾ പഠിച്ചിട്ട് എന്തൊക്കെയോ കാണുന്നുണ്ടായിരിക്കും. പക്ഷെ അതൊന്നും ചിലപ്പോൾ കറക്റ്റായിട്ട് പ്രയോഗിക്കണം, അല്ലെങ്കിൽ എവിടെ പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഒരു ഐഡിയ കാണില്ല. ഇപ്പോഴത്തെ ഒരു ട്രാക്കിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവണമെന്നില്ല, ടെൻഷനുണ്ട്, ഇങ്ങനത്തെ എന്ത് ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിലും അതെല്ലാം കവർ ചെയ്ത് നമുക്ക് പഠിച്ച് നമുക്ക് ഈ ഒരു ജോലി ക്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങളെ എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോഴ്സ് തന്നെയാണ് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ, നിങ്ങൾ എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നുള്ളതല്ല, എങ്ങനെ പഠിക്കണം എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് അത് എൻഷുർ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മെന്ററും ഉണ്ടായിരിക്കും, നിങ്ങളെ കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് എന്ത് കൺസേൺസ് ഉണ്ടെങ്കിലും അതെല്ലാം ഷെയർ ചെയ്യാനായിട്ട് ഒരു പേഴ്സണൽ മെന്റർ നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിരിക്കും. ആൻഡ് നമുക്കറിയാം ഈ ഒരു രീതിയിലേക്ക് വരുമ്പോൾ PYQs ഇമ്പോർട്ടന്റ് ആണ്. PYQs നിങ്ങൾക്ക് സെപ്പറേറ്റ് സെക്ഷൻ തന്നെ ഇതിന്റെ പ്രാക്ടീസ് സെക്ഷൻസും കാര്യങ്ങളും കാണും. ടോപ്പിക് കവർ ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം പിന്നെ അതിന് തന്നെയായിരിക്കും PYQs നമ്മൾ എന്ത് ചെയ്യും, റിവിഷനും കാര്യങ്ങളൊക്കെ എല്ലാം നല്ല ഇമ്പോർട്ടൻസ് ഇതിന്റെ ഭാഗമായിട്ട് സ്പെഷ്യലി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് കറന്റ് അഫയേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെൻഷൻ വേണ്ട, ഡെയിലി, വീക്ക്ലി, മന്ത്ലി ബേസിസിൽ കൃത്യമായിട്ട് റിവിഷൻ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കറന്റ് അഫയേഴ്സ് കിട്ടുന്നതായിരിക്കും. സോ എത്രയും പെട്ടെന്ന് ഈ ഒരു ചാൻസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. എത്രയും ഈ വീഡിയോ എൻഡ് ചെയ്യുമ്പോൾ തന്നെ സ്ക്രോളിൽ നിങ്ങൾക്ക് നമ്പർ അവൈലബിൾ ആണ്, വിളിക്കുക, എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നത്, ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ അധികാര സ്രോതസ് ഇന്ത്യൻ ജനങ്ങളാണെന്ന് സൂചിപ്പിക്കുന്നത് എവിടെയാണ് എന്നുള്ളതാണ്. എവിടെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അധികാര സ്രോതസ് ഇന്ത്യൻ ജനങ്ങളാണെന്ന്, അതായത് ഇന്ത്യയിലെ ആ ഒരു പ്രധാന അധികാര സ്രോതസ്, ആ ഒരു ഭരണത്തിന്റെ അധികാര സ്രോതസ് എന്ന് പറയുന്നത് ജനങ്ങളാണെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 1-ലാണോ അതോ പരമാധികാരി എന്ന വാക്കാണോ, ആമുഖത്തിലാണോ, ഭാഗം 3-ലാണോ? ഇത് കേൾക്കുമ്പോഴേ നമുക്ക് ഓർമ്മ വരേണ്ടതാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അല്ലെ. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് ഭാഗമാണ്? സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതല്ലേ, ആമുഖമാണ്. ആമുഖത്തിൽ തന്നെയാണ് ഈ പ്രധാനപ്പെട്ട നമ്മുടെ ഇതിനെക്കുറിച്ചുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകുന്നത് ഇവിടെ തന്നെയാണ്, ആമുഖത്തിൽ തന്നെയാണ്. ബേസിക് നേച്ചർ എല്ലാം പറഞ്ഞു പോകുന്ന ആമുഖത്തിൽ തന്നെയാണ്. ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ടല്ലേ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ എന്താണ് ഈ അധികാര സ്രോതസ് എന്ന് പറയുന്നത് ജനങ്ങളാണ് എന്ന് ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ അത് നമുക്ക് 1 by 1 നോക്കാം. ആർട്ടിക്കിൾ 1 എന്ന് പറയുമ്പോൾ എന്താണ്? ആർട്ടിക്കിൾ 1 എന്ന് പറയുമ്പോൾ ഇന്ത്യ എന്താണ്? ഇറ്റ് ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇന്ത്യയിൽ ആ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ എന്ത് ചെയ്യുന്നു, എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 1 എന്ന് പറയുന്നത്. ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്, പല സ്റ്റേറ്റ്സും ടെറിട്ടറീസും ചേരുന്ന ഒരു പ്രദേശമാണ് എന്ന് പറയുന്നത്. അങ്ങനെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, ആർട്ടിക്കിൾ 1 പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇനി പരമാധികാരി എന്ന വാക്ക്, സോവറിൻ എന്ന് നമ്മൾ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലേ, സോവറിൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പരമാധികാരം എന്ന് പറയുന്ന വാക്ക് നമ്മൾ എവിടെ തന്നെയാണ്, ഭരണഘടനയിൽ പറയുന്നതാണ്. പക്ഷേ ഈ സോവറിൻ എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി ആരെയാണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ സ്റ്റേറ്റ് ഭരണകൂടത്തിനെയാണ്. അതായത് ഇന്ത്യ ഈസ് എ സോവറിൻ കൺട്രി എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. ഇന്ത്യ ഈസ് എ സോവറിൻ കൺട്രി എന്ന് പറയുമ്പോൾ അവിടെ ഇന്ത്യയുടെ ഏത് ഇന്റേണൽ അഫയേഴ്സ് ആണെങ്കിലും എക്സ്റ്റേണൽ അഫയേഴ്സ് ആണെങ്കിലും അവിടെ തീരുമാനമെടുക്കാനുള്ള ഫൈനൽ പവർ ഇന്ത്യൻ ഭരണകൂടത്തിന് തന്നെയാണ്. അതാണ് എന്തുകൊണ്ട് മീൻ ചെയ്തിരിക്കുന്നത്, സോവറിൻ എന്ന് പറയുന്നതുകൊണ്ട് മീൻ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണോ? സോവറിൻ എന്ന് പറയുമ്പോൾ അത് പരമാധികാരം എന്ന് പറയുമ്പോൾ അത് ജനങ്ങളെ കുറിച്ചല്ല, സ്റ്റേറ്റിനെ കുറിച്ച്, നമ്മുടെ ഭരണകൂടത്തെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഇവിടുത്തെ ഏതൊരു ഇന്റേണൽ അഫയേഴ്സ് ആയിക്കോട്ടെ, ആഭ്യന്തര കാര്യങ്ങളാണെങ്കിലും അന്താരാഷ്ട്ര കാര്യങ്ങളാണെങ്കിലും അതിലെല്ലാം ഫൈനൽ ഡിസിഷൻ എടുക്കുന്ന ആര് തന്നെയാണ്? സ്റ്റേറ്റ് ആണ്. അതിന് പുറത്തൊരു എക്സ്റ്റേണൽ ഫാക്ടറിന്റെ ഇൻഫ്ലുവൻസിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നതാണ് ഏത്, പരമാധികാരി എന്ന് പറയുന്നത്. അപ്പൊ ബി ആണോ? അല്ല, ബിയും അല്ല. ഇനി ഭാഗം 3 എന്ന് പറയുന്നത് എന്താണ്? ഭാഗം 3 നമുക്കറിയാലോ, ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലേ, നമ്മുടെ മൗലികാവകാശങ്ങളല്ലേ വരുന്നത്, ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലേ വരുന്നത്. അപ്പൊ ഭാഗം 3 ആണോ? ഭാഗം 3 നമുക്ക് വരുമോ? ഇല്ല. ഭാഗം 3 പറയുന്നത് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അറിയാം അല്ലെ. അപ്പോ എന്താണ്? ആമുഖം തന്നെയാണ്. ഓപ്ഷൻ സി ആണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്, റൈറ്റ് ആൻസർ വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് ആണല്ലോ? യെസ്. അപ്പോ ഇവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. അടുത്തൊരു ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാമല്ലോ. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് പോവാം. താഴെ തന്നിരിക്കുന്നവരിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഇല്ലാത്തത് ആര് എന്നുള്ളതാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഇല്ലാതിരുന്നത് ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ആണോ, അല്ലടി കൃഷ്ണസ്വാമി അയ്യർ ആണോ, BL മിറ്റർ ആണോ, KM മുൻഷി ആണോ? ഇതിനകത്തായിരിക്കും പലപ്പോഴും മാറിപ്പോണ്ടാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ചിലപ്പോൾ എന്ത് വിചാരിക്കും, വലിയ പേരായതുകൊണ്ട് ഇതിനകത്തോട്ട് നമ്മൾ പോകും. പക്ഷെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ജവഹർലാൽ നെഹ്റു എന്തല്ല, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഭാഗമല്ലായിരുന്നു. സോ റൈറ്റ് ആൻസർ ഏതാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ആരായിരുന്നു ഇതിന്റെ അധ്യക്ഷൻ? നമുക്ക് ഓൾറെഡി അറിയാലോ, ആരാണ്? BR അംബേദ്കർ ആണ്.
അംബേദ്കർ ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അപ്പൊ അംബേദ്കർ ആണ് ഇതിന്റെ ഭാഗമായിരുന്ന എന്താണ് ഒരു പ്രധാനപ്പെട്ട ഇതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് അംബേദ്കർ ആയിരുന്നു. അപ്പൊ അതുകൂടാതെ അല്ലടി കൃഷ്ണസ്വാമി അയ്യർ, മിറ്റർ, മുൻഷി ഇവരെല്ലാം ഇതിന്റെ ഭാഗം തന്നെയായിരുന്നു. ഭരണഘടന ഡ്രാഫ്റ്റിംഗ് അസംബ്ലിയുടെ ഭാഗം തന്നെയായിരുന്നു അല്ലെ. ഇത് കൂടാതെ വന്നിരിക്കുന്ന ബാക്കിയുള്ളവരുടെ പേരും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. അല്ലടി കൃഷ്ണസ്വാമി അയ്യർ ഓർക്കുമ്പോൾ അതിനോട് തന്നെ ഈ കൃഷ്ണൻ ഗോപാലിനൊക്കെ ഒരേ ആൾക്കാരല്ലേ, അതിന്റെ കൂടെ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരാളാണ് എൻ ഗോപാലസ്വാമി അയ്യങ്കാർ. എൻ ഗോപാലസ്വാമി അയ്യങ്കാർ ആണ്. രണ്ടും അറിയാലോ, അയ്യർ അയ്യങ്കാർ, കൃഷ്ണസ്വാമി ഗോപാലസ്വാമി, കൃഷ്ണൻ ഗോപാലിനൊക്കെ ഒരേ ഇതാണെന്നുള്ള എന്ത് ചെയ്താൽ മതി, ഓർത്താൽ മതി അല്ലെ. അതുപോലെ മീറ്റർ പഠിക്കുമ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന മറ്റൊരു പേരാണ് ഈ മീറ്റർ മാറിയിട്ട് പുതിയ ഒരാൾ എന്ത് ചെയ്യുന്നു, ഭരണഘടനയിലേക്ക് വന്നിരുന്നു. ആ വ്യക്തിയാണ് നമ്മുടെ എൻ മാധവറാവു എന്ന് പറയുന്നത് കേട്ടോ. എൻ മാധവറാവു എന്ന് പറയുന്ന അദ്ദേഹത്തിന് പകരം വന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ നമുക്ക് മുൻഷി വരുന്നുണ്ട്. മുൻഷി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വരുന്നുണ്ട്. മുൻഷി അതിന്റെ ഒരു ഭാഗം തന്നെയാണ്. അതുപോലെ നമുക്ക് വരുന്നതാണ് നമുക്ക് നെക്സ്റ്റ് അതുപോലെ മാറിയ ഒരാളാണ് ആരെന്ന് പറയുന്നത്, നമുക്ക് DP ഖെയ്ത്താൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. DP ഖെയ്ത്താൽ എന്ന് പറയുന്ന വ്യക്തി എന്റെ മെമ്പർ ആയിരുന്നു. അദ്ദേഹത്തിനും പകരം അദ്ദേഹം മാറിയിട്ട് അതിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് TT കൃഷ്ണമാചാരി എന്ന് പറയുന്നത് അല്ലെ. TT കൃഷ്ണമാചാരി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും, നമ്മൾ ഓഫ് കോഴ്സ് എന്ത് ചെയ്യല്ലേ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങളുടെയും പേരൊന്നും നമുക്ക് ചിലപ്പോൾ 10th ലെവൽ വരുമ്പോഴത്തേക്ക് ഇതുവരെ ചോദിച്ചിട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഇവിടെയും അതൊരു ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെ സെയ്ദ് മുഹമ്മദ് സാദുള്ള ഇങ്ങനെ കുറച്ച് പേരുണ്ട്. ഓക്കെ, ഈ പേരുകളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇവരൊക്കെ എന്താണ് ഇതിന്റെ ഭാഗമായ ആളുകളാണ്, ഡ്രാഫ്റ്റിംഗ് അസംബ്ലിയുടെ ഭാഗമായിരുന്ന ആളുകളാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക, തമ്മിൽ കണക്ട് ചെയ്ത് പഠി. അംബേദ്കർ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. ഗോപാലസ്വാമി അയ്യങ്കാറും അല്ലടി കൃഷ്ണസ്വാമി അയ്യർ ഓർത്തിരിക്കുക. മൈറ്ററിന് പകരമാണ് എൻ മാധവറാവു വന്നെന്നുള്ളത് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. രണ്ടും M വെച്ചുള്ള പേരാണ്. അപ്പൊ അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അല്ല നമുക്ക് എല്ലാവരുടെയും ഡയറക്റ്റ് ചിലപ്പോൾ പഠിക്കാൻ പറ്റണം എന്ന് നിർബന്ധമില്ല. പക്ഷേ ഡ്രാഫ്റ്റിംഗ് അസംബ്ലിയിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്നുള്ളത് അറ്റ്ലീസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാനെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, പറ്റിയിരിക്കണം അല്ലെ. നമുക്ക് ഡയറക്റ്റ് അവരുടെ പേര് ബൈഹാർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് അത് ആരാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനെങ്കിലും നമുക്ക് എന്ത് ചെയ്തിരിക്കണം, പറ്റിയിരിക്കണം അല്ലെ. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്, ജവഹർലാൽ നെഹ്റു ആണ്. അദ്ദേഹം എന്തല്ല, അതിന്റെ ഭാഗമായിരുന്നില്ല എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അതുപോലെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മതേതരത്വം എന്ന വാക്ക് ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഏതിലൂടെയാണ്? ഓക്കെ, അപ്പൊ മതേതരത്വം എന്ന് പറയുന്ന വാക്ക് നമ്മൾ എന്താണ്, സെക്യുലർ അല്ലെ. സെക്യുലർ എന്ന വാക്ക് നമുക്കറിയാലോ, നമ്മൾ പറയാറുണ്ട് ഇന്ത്യ ഈസ് എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ അതിലെന്താണ് ആ സെക്യുലർ എന്ന് പറയുന്ന എന്താണ്, പിന്നീട് ഒരു ഭേദഗതിയിലൂടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയാണ്, ആദ്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് ഏത് ഭേദഗതിയാണ്? അപ്പൊ ഓർത്തിരിക്കേണ്ട കാര്യം, കൂടുതൽ ഓപ്ഷൻസ് ഒന്നും വായിച്ചു നോക്കാൻ പോകരുത്. ആമുഖം ഭേദഗതി ചെയ്യാന്ന് പറയുമ്പോൾ എപ്പോഴും നടന്ന കാര്യമാണോ? ഇല്ല, ഒറ്റത്താണ്. അപ്പൊ ആമുഖം ഭേദഗതി എന്ന് വരുമ്പോഴേ എന്താണ്, ആമുഖത്തിൽ ഉൾപ്പെടുത്തി എന്ന് പറയുമ്പോൾ എന്താണ്, അതുവരെ ഇല്ലാത്തൊരു സാധനം ഉൾപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, അവിടെ ഭേദഗതി ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഏതാണ് ആ ഭേദഗതി എന്ന് പറയുന്നത്? ആമുഖം ഭേദഗതി ചെയ്ത ഒറ്റ ഭേദഗതി എന്ന് പറയുമ്പോൾ നമുക്ക് ഏതാണ് അറിയാവുന്നത്? 42ാം ഭേദഗതിയാണ് അല്ലെ. 42ാം ഭേദഗതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അല്ലെ. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ ആമുഖം ഭേദഗതി ചെയ്തടക്കം ഒരുപാട് പ്രകടമായ മാറ്റങ്ങൾ കൊണ്ടുവന്നൊരു ഭേദഗതിയാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ 42ാം ഭേദഗതി എന്ന് പറഞ്ഞാൽ നിർദ്ദേശ തത്വങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിർദ്ദേശങ്ങൾ നമ്മുടെ എന്താണ് മൗലിക കടമകൾ, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഭേദഗതിയാണ് എന്തെന്ന് പറയുന്നത് 42ാം ഭേദഗതി എന്ന് പറയുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ ആമുഖം ഭേദഗതി എന്ന് കേട്ടാലേ നിങ്ങൾക്ക് ഓർമ്മ വരേണ്ടത് എന്താണ്, ഈ പറയുന്നത് പോലെ 42ാം ഭേദഗതിയാണ്. സെക്യുലർ എന്നുള്ളത് മാത്രമല്ല, അതിന്റെ കൂടെ നമ്മൾ നേരത്തെ പഠിച്ച സോവറിൻ, സെക്യുലർ, ഇന്റഗ്രിറ്റി അല്ലെ, ഇന്റഗ്രിറ്റി, ഈ 3 വാക്കുകളും ആമുഖത്തിൽ ആഡ് ചെയ്തത് ഈ 42ാം ഭേദഗതിയിലൂടെയാണ്. ഓക്കെ, സെക്യുലർ മതേതരം, സോവറിൻ പരമാധികാരമാണ്, ഇന്റഗ്രിറ്റി അഖണ്ഡത, നമ്മൾ പറയാറില്ലേ നമ്മുടെ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും. നേരത്തെ ഐക്യം യൂണിറ്റി മാത്രമേ ഉള്ളായിരുന്നു. ഈ 42ാം ഭേദഗതിയിലൂടെയാണ് എന്ത് ആഡ് ചെയ്യുന്നത്, നമ്മൾ ഈ പറയുന്നത് പോലെ ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ടേമും കൂടെ എന്ത് ചെയ്തിരിക്കുന്നത്, ആഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഈ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഈ ഒരു ഭരണഘടന ഇത് ഭേദഗതി നടക്കുമ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. രാഷ്ട്രപതിയുടെ പേരും എല്ലാത്തിന്റെയും നമുക്ക് ഇങ്ങനെ പഠിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഭേദഗതികൾ എന്ത് ചെയ്യുക, പഠിച്ചിരിക്കുക. അപ്പൊ രാഷ്ട്രപതി ആരായിരുന്നു? രാഷ്ട്രപതി വരുമ്പോഴത്തേക്ക് അവിടെ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. 44 നമ്മൾ ഇതുപോലെ പഠിക്കുന്നതാണ്. ആരൊക്കെയായിരുന്നു? നീലം സഞ്ജീവ് റെഡ്ഡിയും അതുപോലെ തന്നെ ആരുമായിരുന്നു? നമ്മുടെ മൊറാർജി ദേശായിയുമായിരുന്നു അല്ലെ. നോൺ കോൺഗ്രസ് പ്രൈം മിനിസ്റ്റർ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഭേദഗതി ഏതായിരുന്നു? 44ാം ഭേദഗതിയായിരുന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നതാണ് അല്ലെ.
അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് വരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പഠിക്കുമ്പോൾ ഈ ടോപ്പിക്സ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആമുഖം, ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണ് കൂടുതലും കൊടുക്കുന്നത്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് നമ്മൾ ഓവറോൾ PYQs നോക്കുമ്പോൾ അവർ ഫോക്കസ് കൊടുക്കുന്ന ഏരിയാസിൽ ചിലപ്പോൾ എന്ത് വരാം, ചെറിയ ചെറിയ ചേഞ്ചസ് വരാം അല്ലെ. ചിലപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിന്റെ എണ്ണത്തിൽ എന്ത് വരാം, കുറവ് വരാം. കുറച്ചും കൂടെ ആപ്ലിക്കേഷൻ ലെവലിൽ അല്ലെങ്കിൽ ഓപ്ഷൻസ് നമ്മൾ കുറച്ചും കൂടെ ക്രിട്ടിക്കലായിട്ട് നോക്കാൻ പറ്റുന്ന അങ്ങനത്തെ രീതിയിൽ ക്വസ്റ്റ്യൻ പാറ്റേണിലും ചേഞ്ചസ് ഉണ്ടാവും. പക്ഷേ സിലബസ് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എന്ത് തന്നെയാണ്, സിമിലർ തന്നെയാണ്. നിങ്ങൾ പഠിച്ചിരിക്കുന്ന അതേ കാര്യങ്ങൾ നിങ്ങൾ നേരത്തെ 10th ലെവൽ +2 ലെവൽ പ്രിപ്പയർ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ആ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടെ ഡീപ്പായിട്ട് പഠിക്കുക. പുതിയതായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, എക്സ്ട്രാ ഇതിലൂടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും. അതാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് PYQസിലൂടെ മറ്റു കാര്യങ്ങളുടെ സിലബസ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുക, കുറെ കൂടെ ധാരണ ഉണ്ടാക്കാനായിട്ട് പറ്റുക. ക്ലിയർ ആണോ? അപ്പോൾ ഇതുപോലെ PYQs നോക്കുന്നത് നിങ്ങൾക്ക് വളരെ ഇതിൽ ക്വസ്റ്റ്യൻസിനെ കുറച്ചും കൂടെ ഫേസ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് ലൈവ് ഓൾറെഡി വന്നിട്ടുണ്ട് PYQ സെക്ഷൻസ്. അപ്പോൾ ലൈവ് ഇനി നമുക്ക് വരുന്ന ദിവസങ്ങൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും PYQസും കാര്യങ്ങളും. അതിന്റെ കൂടെ ഇതുപോലെ റെക്കോർഡ് ആയിട്ടുള്ള സെക്ഷൻസും എല്ലാം ഇമ്പോർട്ടന്റ് PYQസുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നമ്മൾ വരുന്നതായിരിക്കും. സോ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്ന ഫ്രണ്ട്സിനും കൂടെ റെഫർ ചെയ്യുക. ലൈവ് ആണെങ്കിലും അല്ലാത്ത സെക്ഷൻസ് ആണെങ്കിലും ക്വസ്റ്റ്യൻസ് മാക്സിമം ആൻസർ ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രമിക്കുക. ഓക്കെ, അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇനിയും PYQ സെക്ഷൻസ് വരും. കൃത്യമായിട്ട് കാണാൻ വേണ്ടി എല്ലാവരും ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് കോഴ്സ് ഞാൻ ഓൾറെഡി ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞു. ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള ഈ വീഡിയോ കഴിയുമ്പോൾ തന്നെ ഇനി ടൈം നമുക്ക് വേസ്റ്റ് ആക്കാനില്ല. പഠിച്ചു തുടങ്ങാൻ ടൈം, നോട്ടിഫിക്കേഷൻ വന്നു, അപ്ലൈ ചെയ്ത് തുടങ്ങി, ഇനി പഠിച്ചു തുടങ്ങേണ്ട ടൈമൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒട്ടും ഡിലേ ചെയ്യണ്ട, വീഡിയോ കഴിയുന്ന സ്പോട്ടിൽ തന്നെ വിളിക്കുക, എൻക്വയറി ചെയ്യുക. എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക താല്പര്യമുള്ളവർ. ഓക്കെ, അപ്പോൾ അപ്കമിങ് സെക്ഷൻസുമായിട്ട് നമുക്ക് ഇനി ബാക്കിയുള്ള വീഡിയോസ് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. സോ അതുവരേക്കും ടാറ്റ ബൈ ബൈ.